കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ. ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ യൂട്യൂബ് ചാനലിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് MEG 02 MA ഇംഗ്ലീഷിന്റെ പേപ്പർ ആയിട്ടുള്ള MEG 02 ബ്രിട്ടീഷ് ഡ്രാമയുടെ ഇഗ്നോ എക്സാംസ് പ്രീവിയസ് ഇയർ എക്സാംസ് അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വളരെ ഡീപ്പായിട്ട് തന്നെ MEG 02 ബ്രിട്ടീഷ് ഡ്രാമ എന്ന ഈ പേപ്പറിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രെഡിക്റ്റബിൾ ആയിട്ട് എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടിയിട്ട് പൈ ചാർട്ട്, ബാർ ഡയഗ്രാം എന്നിവയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ബ്ലോക്സ്, യൂണിറ്റ്സ് എന്നിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സീരീസ് ആണ് ഇഗ്നോ ഫോക്കസ് 3.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഡ്രാമ MEG 02 എന്ന് പറയുന്ന ഈ പേപ്പറിന്റെ സിലബസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എക്സാം പാറ്റേൺ, അതുപോലെ തന്നെ ട്രെൻഡ്, പ്രിഡിക്റ്റീവ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വിത്ത് ഹെൽപ്പ് ഓഫ് സിലബസ് മാപ്പിംഗ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവ് ആയ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയും കൂടിയിട്ടാണ് ഈ ഒരു സീരീസിന്റെ എയിം എന്ന് പറയുന്നത്. സോ ഇതിന്റെ കീ ഫീച്ചേഴ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ അനാലിസിസ്, സിലബസ് റെലവൻസ്, പ്രെഡിക്റ്റീവ് ഇൻസൈറ്റ്സ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. ഓവർവ്യൂ ഓഫ് ഡോക്യുമെന്റ് സ്ട്രക്ചർ. നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സിലബസ് മാപ്പിംഗ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏതൊക്കെ ബ്ലോക്ക് എന്നും ഏതൊക്കെ യൂണിറ്റ്സ് എന്നും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെയൊക്കെയാണ് എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. എങ്ങനെയാണ് എക്സാമിന്റെ ഫോമാറ്റ്, ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ട്രെൻഡ്സ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ഇഫക്റ്റീവ് ആയ രീതിയിൽ മാപ്സ്, ഡയഗ്രാംസിന്റെ സഹായത്തോട് കൂടിയിട്ട് മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ പ്രോബബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പ്രോബബിലിറ്റി ഏതാണ്, ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഏത് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മോഡൽ ആൻസർ വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ആൻഡ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇന്റഗ്രേഷൻ, അതായത് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഫ്രം പ്രയർ ടേം ആൻഡ് എക്സാം 2019 to 23 അത് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡാറ്റ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിലബസ് ക്രോസ് റെഫറൻസിങ്, പ്രെഡിക്റ്റീവ് മോഡലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എക്സ്പെർട്ടൈസ്, കണ്ടന്റ് ഡെവലപ്ഡ് adhere to IGNO's academic standard, ensuring relevance and credibility. So, important predictive analysis and model answers. Predictive analysis ഉം അതേപോലെ മോഡൽ ആൻസേഴ്സും ഒക്കെ ഉണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ബ്രിട്ടീഷ്
ഡ്രാമ MEG02 എന്നുള്ള ഈ ഒരു പേപ്പറിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് എക്സ്പ്ലോറേഷൻ ഓഫ് എലിസബത്തൻ ട്രാജഡി such as in മാർലോ ആൻഡ് ഷേക്സ്പിയർ. നമുക്കറിയാം നമ്മൾ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന വർക്ക് പഠിക്കുന്നുണ്ട്, അതേപോലെ ഷേക്സ്പിയറിന്റെ വർക്ക്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലോറേഷൻ ഓഫ് എലിസബത്തൻ ട്രാജഡി. Next is critical perspective on romantic comedy, absurd drama, and reformation themes. Third one is analytical depth into playwright specific nuances such as Beckett's Waiting for Godot and Shaw's Pygmalion. And ഇവിടെ നമുക്ക് സിലബസ് മാപ്പിംഗ് കാണാം, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ്. ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള എത്ര തവണ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര തവണ ആ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, അതാണ് അതിന്റെ ഹൈ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. എത്ര ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കണം, ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ. അതേപോലെ ഹൈ ആണെങ്കിൽ റെഡ് കളറിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, മീഡിയം ആണെങ്കിൽ ഓറഞ്ച് കളറിലും, ലോ ആണെങ്കിൽ ഗ്രീൻ കളറിലും നമ്മൾ മാർക്ക് ചെയ്ത് കാണാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് യൂണിറ്റ് 6 ടോട്ടൽ ടോപ്പിക്സ് 24 ആണ്. ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് 18 തവണയാണ് ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്നത് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ്. സോ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് ഇസ് വില്യം ഷേക്സ്പിയറിന്റെ എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, യൂണിറ്റ്സ് കവേർഡ് 5, ടോട്ടൽ ടോപ്പിക്സ് 17. ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 12 തവണ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇസ് വെരി ഹൈ. ആൻഡ് തേർഡ് വൺ ഇസ് വില്യം ഷേക്സ്പിയറിന്റെ തന്നെ ഹാംലെറ്റ്, ടോപ്പിക്സ് യൂണിറ്റ്സ് കവേർഡ് 6, total topics 22, frequency of questions 15. It also has a high importance. So high level of importance in it. And next is Ben Jonson, The Alchemist, units covered 5, total topics 20, frequency of questions 14. Importance എന്ന് പറയുന്നത് medium level of importance ആണ്. Next is The Playboy of the Western World, 5 units covered, total topics 18. Then frequency of questions 11, importance level medium. Next is George Bernard Shaw's Pygmalion, units covered 4, total topics 15, frequency of questions 9, and importance level medium. Next is T.S. Eliot's Murder in the Cathedral, units covered 5, total topics 21, frequency of questions 13, level of importance medium. Samuel Beckett's Waiting for Godot, units covered 5, total topics 16, frequency of questions 10, importance level low. And John Osborne's Look Back in Anger, units covered 4, total topics 14, frequency of questions 8, importance level low. Next, നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടിയിട്ട് നമ്മളിത് പറയാണ്, ബ്ലോക്ക് വൈസ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര തവണ ആ ഒരു ബ്ലോക്കിൽ നിന്നും ആവർത്തിച്ച് ഇഗ്നോ എക്സാംസിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കളർ ഗ്രേഡും കൊടുത്തിരിക്കുന്നത്. കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള യൂണിറ്റിന് റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്, കുറവ് തവണ ചോദിച്ചിട്ടുള്ള ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ബ്ലോക്സ് ആണ് ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, വില്യം ഷേക്സ്പിയറിന്റെ എ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ആൻഡ് വില്യം ഷേക്സ്പിയറിന്റെ തന്നെ ഹാംലെറ്റ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ഇഗ്നോ എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഈ 3 ബ്ലോക്കിൽ നിന്നാണ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ്, മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ആൻഡ് ഹാംലെറ്റ്. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് ബെൻ ജോൺസന്റെ ആൽക്കമിസ്റ്റ്, ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, ബെർണാഡ് ഷോയുടെ പിഗ്മാലിയൻ, അതേപോലെ തന്നെ മർഡർ ഇൻ ദ കത്തീഡ്രലിന് യെല്ലോ കളറാണ്. കമ്പാരിറ്റീവ്ലി കുറച്ച് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ്, കുറച്ച് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ്. ഇത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കാണുമ്പം ഇത് ഒഴിവാക്കാം എന്ന് ചിന്തിക്കരുത്. എല്ലാ ചാപ്റ്ററിനും എല്ലാ ബ്ലോക്കിനും എല്ലാ യൂണിറ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഒരു ഗ്രാഫിക്കൽ ആയിട്ട് ഒരു റെപ്രസെന്റേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാത്തിനും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പം സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോനും ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കറിനുമാണ് കമ്പാരിറ്റീവ്ലി കുറച്ച്
കുറവ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ്, യൂണിറ്റ് കവേർഡ് എത്ര യൂണിറ്റ് ആണ്, ടോട്ടൽ ടോപ്പിക്, ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് പേപ്പേഴ്സ്, ഇമ്പോർട്ടൻസ് ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്നതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഹൈ എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് കളറിലാണ് കൊടുക്കുന്നത്. കൂടുതലായിട്ടും ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഹാംലെറ്റ് ഈ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ഫ്രീക്വന്റ്ലി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൽക്കമിസ്റ്റ്, മർഡർ ഇൻ ദ കത്തീഡ്രൽ തുടങ്ങിയ ബ്ലോക്കിനാണ്. അതേപോലെ തന്നെ ലോ എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ഫോർ ഗോദോനാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാം നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോകേണ്ടതാണ്. നെക്സ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് വൈസ്. നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് കൂടുതലായിട്ട് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്, അതുപോലെ മാർക്ക് അലോക്കേഷൻ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ്, ഏതിനാണ് കൂടുതൽ മാർക്ക്, വെയിറ്റേജ് ഏതിനാണ്, പാസ്റ്റ് പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ തരുന്നുണ്ടാവും, നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പം ഇതിനനുസരിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നതും ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഹാംലെറ്റ്സ് തുടങ്ങിയ വർക്കിനാണ്. പിന്നെ ഒരു മീഡിയം ലെവൽ ഓഫ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് ആൽക്കമിസ്റ്റ്, മർഡർ ഇൻ ദ കത്തീഡ്രൽ തുടങ്ങിയ ബ്ലോക്കിനാണ്. അതേപോലെ കുറച്ച് ലോ പ്രോബബിലിറ്റി നമ്മൾ കാണുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോ പോലെയുള്ള വർക്കിനാണ്, ലുക്ക് ബാക്ക് ഇൻ ആങ്കർ പോലെയുള്ള വർക്കിനാണ് നമുക്ക് കാണുന്നത്. സോ ഇവിടെ ഒരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഷോർട്ട് ആൻസർ ആണോ, എസ്സേ ടൈപ്പ് ആണോ, അതോ ക്രിട്ടിക്കൽ അനാലിസിസ് ആണോ എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിന്റെ, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഫോമാറ്റും, അതേപോലെ തന്നെ എക്സാമ്പിൾ ടോപ്പിക്സ്, എക്സാമ്പിൾ എങ്ങനെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇസ് എസ്സേ. എസ്സേയിൽ നമ്മൾ എഴുതേണ്ടത് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ആണ്. എസ്സേ എന്ന് പറയുമ്പോൾ റിക്വയറിംഗ് ഇൻഡെപ്ത് നോളജ് ആൻഡ് അനാലിസിസ് ഓഫ് ടോപ്പിക്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡിസ്കസ് ദ തീം ഓഫ് റിനൈസൻസ് ആസ്പിരേഷൻ ഇൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആണ്. എങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ബോക്സിൽ കാണുന്നത്. അതേപോലെ ഷോർട്ട് നോട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുമ്പോൾ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഫോക്കസിംഗ് ഓൺ കീ പോയിന്റ്സ്, അങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടത് എക്സാമിന്. അതിനൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ കാണേണ്ടത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റൊമാൻറ്റിക് കോമഡി ഇൻ എ മിഡ് സമ്മർ നൈറ്റ്സ് ഫ്രീ. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് ക്രിറ്റിക്സ്. ക്രിറ്റിക്സ് നമ്മൾ പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ എഴുതേണ്ടത് അനലിറ്റിക്കൽ അസസ്മെന്റ് ഓഫ് തീംസ്, ക്യാരക്ടേഴ്സ് ഓർ കോൺസെപ്റ്റ്സ്. ഇവിടെ വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാമ്പിൾ ടോപ്പിക് എന്ന് പറയുന്നത് critique the existential theme in Waiting for Godot. Next is contextual analysis. Contextual analysis എന്ന് പറയുമ്പം നമ്മൾ എഴുതേണ്ടത് explanation of specific passages or excerpts from place in discussion. And ഇതിൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് analyze the significance of Hamlet's soliloquy. Next is comparative questions. ഇവിടെ വരാൻ സാധ്യത അല്ലെങ്കിൽ ഇവിടെ എഴുതേണ്ടതായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് കമ്പയറിംഗ് തീംസ് ഓർ സ്റ്റൈൽസ് അക്രോസ് ഡിഫറെന്റ് പ്ലേസ്. വരാൻ ചാൻസ് ഉള്ള ഒരു എക്സാമ്പിൾ ടോപ്പിക് എന്ന് പറയുന്നത് കമ്പയർ ദി യൂസ് ഓഫ് ഐറണി ഇൻ ദ ആൽക്കമിസ്റ്റ് ആൻഡ് പിഗ്മാലിയൻ.
Next is block and unit wise coverage trend. ബ്ലോക്ക് വൈസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഫ്രീക്വന്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് പാസ്റ്റ് പേപ്പർ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന മോസ്റ്റ് ടെസ്റ്റഡ് ടോപ്പിക് എന്ന് പറയുന്നത് റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ തീംസ് ആണ്. അതുപോലെ ട്രാജിക് ഡിലെമ. അത് വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് അത് ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ എസ്സേ അല്ലെങ്കിൽ കോണ്ടെക്ച്വൽ അനാലിസിസ് ആയിട്ടാണ്. 18 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഫ്രീക്വൻസി ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ പാസ്റ്റ് പേപ്പേഴ്സ്, മുൻകാല ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 18 തവണ, 18 തവണ. സോ ഹൈ ഫ്രീക്വൻസി ആണ്. നെക്സ്റ്റ് ഇസ് വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ടെസ്റ്റഡ് ടോപ്പിക് എന്ന് പറയുന്നത് റിവെഞ്ച് ട്രാജഡി ആൻഡ് സോളിലോക്വിസ്. ക്വസ്റ്റ്യൻ ടൈപ്പ് എസ്സേ, ഷോർട്ട് നോട്ട്സ്. ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് പേപ്പേഴ്സ് 15. നെക്സ്റ്റ് ഇസ് ബെൻ ജോൺസൺ ദ ആൽക്കെമിസ്റ്റ്. Most tested topic, comedy of humors, satirical tone, and typical question trend എന്ന് പറയുന്നത് critic comparative questions. Now frequency in past papers 14. Next block is T.S. Eliot Murder in the Cathedral. Most tested topic, role of chorus and Christian perspectives. Typical question type, contextual analysis and critic. Frequency in past papers 13. Now Samuel Beckett's Waiting for Godot, absurdism. Most tested topic ആണ് absurdism and existential themes. Typical question type, comparative questions and critics. Frequency in past papers 10. Now ഇവിടെ നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണാം. ആവറേജ് മാർക്സ് allotted by blocks and block wise ആയിട്ട് താഴെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയുന്ന പോലെ തന്നെ, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സിനാണ്. നെക്സ്റ്റ് ഇസ് ഹാംലെറ്റ്, നെക്സ്റ്റ് ഇസ് ആൽക്കെമിസ്റ്റ്, next is Murder in the Cathedral, and Samuel Beckett Waiting for Godot. So we will be discussing or we have been discussing this comprehensive exam patterns and എങ്ങനെയാണ് previous year question paper analyze ചെയ്തുകൊണ്ട് topic wise അതുപോലെ frequency of asked questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So ഇനി explanation of the tables. Question format overview. So this table categorizes the type of questions commonly found in MEG 02 exams, such as essays, short notes, critic, contextual analysis, and comparative questions. If for example, essay questions they demand detailed thematic analysis. For example, discuss the Renaissance aspiration Dr. Faustus, it requires a detailed thematic analysis. അതേപോലെ തന്നെ contextual analysis questions. Contextual analysis എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പം we have to interpret specific passages or dialogues from a work. So ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ആണെങ്കിൽ ഹാംലെറ്റിന്റെ സോളിലോക്കി നമുക്ക് പറഞ്ഞിട്ട് വേണം അത് പറയാനായിട്ട്. ആൻഡ് നെക്സ്റ്റ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് കവറേജ് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു, അതായത് ഹാംലെറ്റും ഡോക്ടർ ഫോസ്റ്റേഴ്സും ആണ് കൂടുതലായിട്ടും എസ്സേ ടോപ്പിക്സ് ചോദിക്കുന്നത്. അതേപോലെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത് ക്രിട്ടിക്സ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ്. മാക്സിമം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുമ്പം ഹൈ മാർക്ക് ബ്ലോക്ക് വരുന്നത് ഡോക്ടർ ഫോസ്റ്റേഴ്സിനാണ് 25, അതേപോലെ തന്നെ ഹാംലെറ്റ് 20. സോ ദാറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പറേഷൻ. ഈ ബ്ലോക്കുകൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഓരോ ബ്ലോക്കും എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സീരീസ്. സോ ഡോമിനന്റ് ടോപ്പിക് എന്ന് ഇവിടെ പറയുന്നത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഹാംലെറ്റ് പോലെയുള്ളതാണ്. അതേപോലെ തന്നെ വെറൈറ്റി ഇൻ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ കണ്ടല്ലോ, എസ്സേസ് ഉണ്ട്, ക്രിറ്റിക്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രാറ്റജിക് ഫോക്കസ്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിനാണ് ഹൈ വെയിറ്റേജ്, ഏത് ടോപ്പിക്കിനാണ് മീഡിയം വെയിറ്റേജ്. ഇപ്പൊ നമ്മൾ മീഡിയം വെയിറ്റേജ് കണ്ടു, ആൽക്കെമിസ്റ്റും മർഡർ ഇൻ ദ കത്തീഡ്രലും ആണ്. അതേപോലെ ഹൈ വെയിറ്റേജ് വരുന്നത് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആൻഡ് ഹാംലെറ്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മുടെ പ്രിപ്പറേഷൻ. സോ പ്രിപ്പറേഷൻ ഫോർ പാറ്റേൺസ് നമ്മൾ ഈ രീതിയിൽ വേണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം. അണ്ടർസ്റ്റാൻഡിങ് ഹൗ മാർക്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ് allow you to work smarter. So allows for smarter and more targeted exam preparations. So ഇവിടെ repeated question analysis by blocks, units and topics ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, അതില് റിക്കറിംഗ് ഓർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
Discuss the theme of Renaissance aspiration Dr. Faustus ആണ് recurring question, which means repeated question ആയിട്ട് കാണുന്നത്. Frequency എത്ര തവണ എന്ന് ചോദിച്ചാൽ 5 and average mark allocation 20. Next is Christopher Marlowe, Dr. Faustus തന്നെ analyze the tragic dilemma in Dr. Faustus. Frequency 4, average mark allocation 18. Next, William Shakespeare's Hamlet. Critically examine Hamlet as a revenge tragedy. Frequency 6 and average mark allocation 22. Next, William Shakespeare's Hamlet discuss the role of soliloquy in revealing Hamlet's character. Frequency 5 times and mark 20. Ben Jonson's The Alchemist. Analyze The Alchemist as a comedy of humor 4 times and mark 18. Next is Ben Jonson's The Alchemist. Discuss the satirical elements in The Alchemist. Frequency 3 and mark 15. Next, T.S. Eliot's Murder in the Cathedral. Question, discuss the role of chorus in Murder in the Cathedral. Frequency 4 times and average mark 17. Next is T.S. Eliot in the Murder in the Cathedral. Analyze the Christian perspective in Murder in the Cathedral. Frequency 3 and mark 14. Next, Samuel Beckett, Waiting for Godot. Question, critically analyze Waiting for Godot as an absurdist play. Frequency 3 and mark is 15. Next, Samuel Beckett, Waiting for Godot. Discuss the existential themes in Waiting for Godot. Frequency 3 times and marks is 12. So, ഇവിടെ നമുക്ക് കാണാം total frequency of recurring questions by block wise. Total frequency എത്ര തവണ ആവർത്തിച്ചിട്ടപ്പോൾ നമ്മളെ ഡിസ്കസ് ചെയ്തതിന് തന്നെ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ബെൻ ജോൺസൺ ആൽക്കമിസ്റ്റ്, ക്രിസ്റ്റഫർ മോർലോസ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്, സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ടി.എസ്. എലിയറ്റിന്റെ മോഡേൺ ദ കത്തീഡ്രലും വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏത് ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ക്ലിയർ ആണ്. ആൻഡ് നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ്, റിക്കറിംഗ് ക്വസ്റ്റ്യൻ ബൈ ബ്ലോക്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ ഫോസ്റ്റസിൽ ഡിസ്കസ് ദ റിനൈസൻസ് ആസ്പിറേഷൻ ക്രിസ്ത്യൻ മൊറാലിറ്റി ആൻഡ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഹാസ് അപ്പിയർഡ് 5 times, ടിപ്പിക്കലി അലോട്ടഡ് 20 questions. 5 തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 20 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറ്. നെക്സ്റ്റ് ഇസ് ഫോർ ഹാംലെറ്റ്. ഹാംലെറ്റിൽ ക്രിറ്റിക്കലി എക്സാമിൻ ഹാംലെറ്റ് ആസ് എ റിവെഞ്ച് ട്രാജഡി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 6 തവണയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് റിഫ്ലെക്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഇൻ ദ സിലബസ്. ഈ ടേബിൾ നമുക്ക് അത് തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ, എവിടെയാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയിട്ടാണത് കേട്ടോ. സോ ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ഫോസ്റ്റർ അതുപോലെ ഹാംലെറ്റ് തുടങ്ങിയ ബ്ലോക്കുകളിൽ നിന്നും കൂടുതൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് 20 to 25 മാർക്സിനൊക്കെ. സോ ദാറ്റ് ഷോസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ബ്ലോക്ക്. അതേപോലെ തന്നെ bar graph visually represent how often questions from each blocks have been repeated in past exams.
പ്രീവിയസ് ഇയറിൽ ഓരോ ബ്ലോക്കൊന്നും എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഹാംലെറ്റ് തുടങ്ങിയവയൊക്കെയാണ് ഏറ്റവും ഡോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ബ്ലോക്സ്. കമ്പാരിറ്റീവ്ലി വെയിറ്റിംഗ് ഫോർ ഗോദോയും ആൽക്കമിസ്റ്റും ഒക്കെ മോഡറേറ്റ് ആണ്. അത്രയും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനർത്ഥം നിങ്ങൾ ഒരിക്കലും വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്കൊക്കെ ലോ അല്ലേ, ഫ്രീക്വൻസി അധികം ആവർത്തിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അതൊന്നും അവോയ്ഡ് ചെയ്യേണ്ട ബ്ലോക്കുകളെ അല്ല. എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് ജസ്റ്റ് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മാത്രമാണ്. അതിനർത്ഥം കുറവ് ആവർത്തിച്ച ചോദ്യങ്ങളുള്ള ബ്ലോക്സ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതല്ല. എല്ലാതും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഹൈ റെക്കറിംഗ് അല്ലെങ്കിൽ ഹൈ റെക്കറൻസ് ടോപ്പിക്കുകൾ ബ്ലോക്ക് ലൈക്ക് ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ഹാംലെറ്റ് എന്നൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് നമുക്ക് കൂടുതൽ ടൈം ആ ബ്ലോക്കിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നതിന്റെ ഒരു തിരിച്ചറിവും കൂടിയാണ്. ഇതുവരെയും നമ്മൾ കുറച്ച് സമയമേ അതിന് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ച് പഠിക്കേണ്ടതുണ്ട് ആ 2 ബ്ലോക്കുകളും എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. നൗ സ്ട്രാറ്റജിക് സ്റ്റഡി. Emphasis should be placed on mastering topics linked to high frequency, high mark questions. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ബ്ലോക്ക് ഏതാണോ, ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അതിനർത്ഥം മറ്റേത് നിങ്ങളെ അവോയ്ഡ് ചെയ്യണമെന്നോ നെഗ്ലക്ട് ചെയ്യണോ ഒന്നുമല്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എല്ലാതും നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കൂടുതൽ ഫോക്കസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്കലി ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏതാണോ അതിന് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് മീഡിയം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ഈ മോഡേൺ കത്തീഡ്രൽ, അതേപോലെ തന്നെ ആൽക്കമിസ്റ്റ്, വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നിവയ്ക്കും കൊടുക്കാം. അതിനർത്ഥം രണ്ടും അവോയ്ഡ് ചെയ്യണം എന്നുള്ളതല്ല, എല്ലാം തുല്യമായി തന്നെ പഠിക്കണം. പക്ഷെ കൂടുതൽ ഫോക്കസ് എവിടെ കൊടുക്കണം? റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഏത് ബ്ലോക്കിൽ നിന്നാണോ, ഏത് ചോദ്യങ്ങളാണോ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ നല്ല രീതിയിൽ പഠിച്ചു പോകണം എന്നതാണ്. ആൻഡ് എഫിഷ്യൻസി ഇൻ പ്രിപ്പറേഷൻ ബൈ ഫോക്കസിങ് ഓൺ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ദെയർ മാർക്ക് അലോക്കേഷൻ. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മളുടെ റിവിഷൻ കുറച്ചും കൂടി സ്മാർട്ടർ ആക്കാനും നല്ല സ്കോർ നമുക്ക് മേടിക്കാനും കഴിയും. സോ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പൈ ചാർട്ട്, ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലോക്സ് ആണ്. ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ കാണാം നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ്. ബ്ലോക്ക്, ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്, മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്, ലോ പ്രോബബിലിറ്റി ടോപ്പിക്, പ്രോബബിലിറ്റി റേറ്റിംഗ്. ക്രിസ്റ്റഫർ മാർലോന്റെ ഡോക്ടർ ഫോസ്റ്റേഴ്സിന് ഹൈ പ്രോബബിലിറ്റിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് റിനൈസൻസ് ആൻഡ് റിഫോർമേഷൻ തീംസ്, ട്രാജിക് ഡിലമ. മീഡിയം പ്രോബബിലിറ്റിയിൽ ചോദിക്കുന്നതാണ് മാർലോസ് യൂസ് ഓഫ് ബ്ലാങ്ക് വേർഡ് സിംബോളിസം ഇൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ലോ പ്രോബബിലിറ്റി ആണ് മാർലോസ് മൈനർ വർക്ക്സ്, ഗ്രീക്ക് ട്രാജഡി, ഇൻഫ്ലുവൻസസ്. സോ ടോട്ടൽ ഇതിന്റെ പ്രോബബിലിറ്റി മറ്റ് ബ്ലോക്കുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ബ്ലോക്കിന് പ്രോബബിലിറ്റി ഹൈ ആണ്. ആൻഡ് ഓൾസോ വില്യം ഷേക്സ്പിയർസ് ഹാംലെറ്റ്. ഇവിടെ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് റിവെഞ്ച് ട്രാജഡി, അതേപോലെ തന്നെ സോളിലോക്കി. മീഡിയം പ്രോബബിലിറ്റി ആണ് ക്ലോയിഡസ് ആസ് എ ആന്റാഗണിസ്റ്റ് ആൻഡ് ഓസ്ട്രിക്സ് റൂൾ. അതേപോലെ ലോ പ്രോബബിലിറ്റി ആണ് ഹാംലെറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹൊറേഷ്യോ ആൻഡ് ഒഫീലിയാസ് മാഡ്നസ്. പ്രോബബിലിറ്റി റേറ്റിംഗ് നോക്കുമ്പോൾ ഹൈ ആണ്. നെക്സ്റ്റ് ഇസ് ബെൻ ജോൺസൺസ് ആൽക്കമിസ്റ്റ്. ഇവിടെ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്, അതേപോലെ തന്നെ സറ്റൈറിക്കൽ ടോൺ. മീഡിയം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആൽക്കമി ആസ് എ മെറ്റഫോർ, ജോൺസണിയൻ കോമഡി. ലോ പ്രോബബിലിറ്റി സബ് പ്ലോട്ട്സ് ഇൻ ദ ആൽക്കമിസ്റ്റ് ആൻഡ് ക്യാരക്ടർ ഫോയിൽസ്. മീഡിയം പ്രോബബിലിറ്റി റേറ്റിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ടി എസ് എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ. ഇവിടെ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ഹോറസ്, ക്രിസ്ത്യൻ പെർസ്പെക്ടീവ്സ്. മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും ടെംപ്റ്റേഷൻ സീനുമാണ്. അതേപോലെ തന്നെ ലോ പ്രോബബിലിറ്റി പ്രൊഡക്ഷൻ ഹിസ്റ്ററി, ക്രിട്ടിക്കൽ റീഡിംഗ്. കമ്പാരിറ്റീവ്ലി പ്രോബബിലിറ്റി റേറ്റിംഗ് മീഡിയം ആണ്.
നെക്സ്റ്റ് സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ. ഇവിടുത്തെ ഹൈ പ്രോബബിലിറ്റി ടോപ്പിക് എന്ന് പറയുന്നത് എബ്സേർഡിസം, എക്സിസ്റ്റൻഷ്യൽ തീംസ്. മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക് തീംസ് ഓഫ് ടൈം ആൻഡ് വെയിറ്റിംഗ്, മിനിമലിസം ഇൻ സ്റ്റേജിംഗ്. ആൻഡ് ലോ പ്രോബബിലിറ്റി ഇമ്പാക്ട് ഓൺ മോഡേൺ തിയേറ്റർ, ലിംഗ്വിസ്റ്റിക് ഡിവൈസ്. കമ്പാരിറ്റീവ്ലി പ്രോബബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ലോ പ്രോബബിലിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിനെ കുറച്ചും കൂടി അനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി റീച്ചിങ് ബൈ ബ്ലോക്ക്, ഈച്ച് ബ്ലോക്ക് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഡോക്ടർ ഫോസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഹാംലെറ്റിനും ഹൈ റേറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ഫോർ ഗോദോനും ആൽക്കമിസ്റ്റിനും മീഡിയം ആണ്. ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്? ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്നൊക്കെ ഫോർ എക്സാമ്പിൾ ടോപ്പിക് ലൈക്ക് റിനൈസൻസ് ആസ്പിറേഷൻ, അതുപോലെ ക്രിസ്ത്യൻ മൊറാലിറ്റി ഒക്കെ ഹൈ റിക്കറിംഗ് ടോപ്പിക്, റെക്കറൻസ് റേറ്റ് ഉള്ള ടോപ്പിക്കാണ്, അതായത് കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതേപോലെ മീഡിയം അല്ലെങ്കിൽ ലോ പ്രോബബിലിറ്റി വരാൻ ചാൻസ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആൽക്കമിസ്റ്റും വെയിറ്റിംഗ് ഫോർ ഗോദോയും. ഇവിടെ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ പ്രോബബിലിറ്റി ആണ്. അതേപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ബ്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞു. ഓരോ ബ്ലോക്കിൽ നിന്നും എങ്ങനെയാണ് ഹൈ ആയിട്ടും മീഡിയം ആയിട്ടും ലോ ആയിട്ടും എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഫോസ്റ്റേഴ്സും ഹാംലെറ്റും ഒക്കെ ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിൻ്റെയും കൂടിയാണ്. ഹൈ പ്രോബബിലിറ്റി ഡോക്ടർ ഫോസ്റ്റേഴ്സിനും ഹാംലെറ്റിനും തന്നെ കൊടുക്കുക. അതേപോലെ തന്നെ മീഡിയം പ്രോബബിലിറ്റി ആൽക്കമിസ്റ്റിനും വെയിറ്റിംഗ് ഫോർ ഗോദോ എന്നൊക്കെ പറയുന്നത് മീഡിയം പ്രോബബിലിറ്റിയിലും, ലോ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മേർഡറിന്റെ കത്തീഡ്രൽ പോലെയുള്ളത് പോലെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോക്കസ് അതിലേക്ക് വേണം കൊടുക്കാനായിട്ട്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ ടേം ആൻഡ് എക്സാം 2024 MEG02 ബ്രിട്ടീഷ് ഡ്രാമയുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. MEG02 ബ്രിട്ടീഷ് ഡ്രാമ. ടോട്ടൽ അലോട്ടഡ് ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. Question 1 is compulsory. Attempt any 4 questions from the remaining. All questions carry equal marks unless specified otherwise. Adhere to word limits wherever applicable. Next, predictable ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കാണുന്നത്. Critically comment on any 4 of the following passages referring to their context and significance in about 150 words. 4 into 10, 14. 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ആൻസർ ചെയ്യേണ്ടത്. 4 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ 4 നമ്മൾ ആൻസർ ചെയ്യാം. 4 into 10 40 മാർക്കാണ്. നെക്സ്റ്റ് സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അറ്റംപ്റ്റ് എനി 60 മാർക്സ് ആണ്. എനി 4 നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഓരോന്നും 15ലാണ് മാർക്ക് വരുന്നത് സെപ്പറേറ്റ് ആയിട്ട്. എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്രിറ്റിക് ഉണ്ട്. ഇതിന്ന് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് 60 ആണ് ഈ സെക്ഷനിന്. സെക്ഷൻ ബി 60 മാർക്സ് ആണ്. നമുക്കിവിടെ കാണാം എസ്എ ക്വസ്റ്റ്യൻ ഉണ്ട്, കോണ്ടെക്സ്ച്വൽ ഉണ്ട്, കമ്പാരിറ്റീവ് അനാലിസിസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോ ടോട്ടൽ എക്സാം പാറ്റേണും ഏതൊക്കെ ബ്ലോക്ക് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, ഓരോ ബ്ലോക്കൊന്നും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ സ്റ്റഡി വെൽ ആൻഡ് സ്കോർ എക്സലന്റ് മാർക്സ്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.